നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ വീണ്ടും വലിയ ചർച്ചയായ വിഷയമാണ് സ്വകാര്യ ആശുപത്രികളുടെ നേഴ്സുമാരുടെ സമരം. വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ സമരത്തിൻ്റെ പ്രധാന ആവശ്യം എന്താണ്? മാസശമ്പളം 40,000 വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ നമ്മളിവിടെ ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമുണ്ട്. ഇത് നേഴ്സുമാരുടെ മാത്രം പ്രശ്നമാണോ, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ മേഖലകളുടെയും പ്രശ്നമാണോ? ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. നേഴ്സുമാർ ചെയ്യുന്ന ജോലി വളരെ വലിയ ഉത്തരവാദിത്തമുള്ളതാണ്. രോഗികളെ പരിചരിക്കുന്നതും മരുന്നുകൾ നൽകുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതും എല്ലാം വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നേഴ്സുമാരുടെ ജോലി ആരും കുറച്ച് കാണുന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം മറക്കരുത്, ഇത് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സമരമല്ല. 2017-18 കാലത്തിൽ നേഴ്സുമാരുടെ വലിയൊരു സമരം കേരളം കണ്ടിരുന്നു. അന്ന് സ്വകാര്യ ആശുപത്രികളിലെ കുറഞ്ഞ ശമ്പളത്തിനെതിരെ ആയിരക്കണക്കിന് നേഴ്സുമാർ സമരം നടത്തി. അതിനുശേഷം സർക്കാർ ഇടപെട്ടു. അന്ന് സ്വകാര്യ ആശുപത്രികൾ മിനിമം വേതനം നിശ്ചയിച്ചു. അന്നത്തെ ഘടന പ്രകാരം ഏകദേശം ഇങ്ങനെയായിരുന്നു സാലറി. ട്രെയിനി നേഴ്സിന് 20,000 രൂപ, സ്റ്റാഫ് നേഴ്സിന് 25,000 to 30,000, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിലും കൂടുതൽ. അതായത് അന്നത്തെ സമരത്തിന് ശേഷം ശമ്പളത്തിൽ വലിയ വർധനം ഇതിനകം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സമരത്തിൽ പറയുന്ന പ്രധാന ആവശ്യം എന്താണ്? മാസശമ്പളം 40,000 വേണമെന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം, വർക്ക് ലോഡിൻ്റെ ആർഗ്യുമെൻറ്റ്. ഇപ്പോൾ പലരും പറയുന്ന കാര്യമാണ് ജോലിഭാരം കൂടുതലാണെന്നുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ജോലിഭാരം ഇല്ലാത്ത ഏത് ജോലിയാണുള്ളത്? ഉദാഹരണത്തിന് എഞ്ചിനീയർമാർ. പല സ്വകാര്യ കമ്പനികളിലും രാവിലെ 9 തൊട്ട് വൈകിട്ട് 7 വരെ ജോലി ചെയ്യേണ്ടി വരും. പലപ്പോഴും ഓവർ ടൈം പോലും ലഭിക്കാറില്ല. ഇനി IT മേഖല നോക്കാം. ഡെഡ് ലൈൻ പ്രഷർ വളരെ കൂടുതലാണ്. പലരും രാത്രി വരെ ജോലി ചെയ്യേണ്ടി വരുന്നു. ഈവൻ വീട്ടിലിരുന്ന് പോലും ജോലി ചെയ്യേണ്ടി വരുന്നു. സെയിൽസ് മേഖലയിലോ ടാർഗറ്റ് പ്രഷർ വളരെ കൂടുതലാണ്. ടാർഗറ്റ് കിട്ടിയില്ലെങ്കിൽ ജോലി പോലും അപകടത്തിലാവും എന്നുള്ളൊരു കണ്ടീഷൻ. ഇനി എഞ്ചിനീയേഴ്സിൻ്റെ സാലറി ഒരു കമ്പാരിസൺ നമുക്ക് നടത്തി നോക്കാം. ഇപ്പോൾ നമുക്ക് എഞ്ചിനീയർമാരുടെ ശമ്പളം നോക്കാം. കേരളത്തിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് എഞ്ചിനീയർമാർ പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ അവരുടെ ആദ്യ ശമ്പളം പല കമ്പനികളിലും 10,000 മുതൽ 18,000 വരെയാണ് മാക്സിമം. ചില കമ്പനികളിൽ അത് 8,000 മുതൽ 12,000 വരെയായി ചുരുങ്ങും. അതായത് പല എഞ്ചിനീയർമാർക്കും നേഴ്സുമാരുടെ നിലവിലെ ശമ്പളത്തേക്കാൾ പോലും കുറവാണ്. ഒരു വർഷം ഏകദേശം 15,000 മുതൽ 20,000 വരെ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ അത് 40,000-ന് മേളിലാണ്. ഇവിടെ സാലറി കിട്ടാത്തതിനുള്ള റിയൽ പ്രോബ്ലം ഒന്നുമല്ല, സപ്ലൈ വേഴ്സസ് ഡിമാൻഡാണ്. ഇത് വലിയൊരു സാമ്പത്തിക സത്യമാണ്. ഒരു മേഖലയിലേക്ക് വളരെയധികം ആളുകൾ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജോലി അവസരങ്ങൾ അത്ര കൂടില്ല. സപ്ലൈ കൂടും, ഡിമാൻഡ് കുറയും. അതിൻ്റെ ഫലമായിട്ട് ശമ്പളവും കുറയും. കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം ഇത് തന്നെയാണ്. കോളേജുകൾ വളരെ കൂടുതലാണ്, പക്ഷേ ജോലി അവസരങ്ങൾ അത്ര കൂടിയിട്ടുമില്ല. അതുകൊണ്ട് എഞ്ചിനീയർമാരും നേഴ്സുമാരും ടെക്നീഷ്യന്മാരും എല്ലാവരും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇതായി പോയി കഴിഞ്ഞാൽ അവിടെ ശമ്പളവും അവസരങ്ങളും കൂടുതലാണ്. ഇനി ഈ സ്ട്രൈക്കിൻ്റെ ഇമ്പാക്റ്റോടെ നമുക്ക് ചിന്തിക്കണം. ആശുപത്രിയിൽ സമരം നടക്കുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ്. അതിനാൽ ഈ പ്രശ്നങ്ങൾക്ക് സ്ഥിരമായ പരിഹാരം കണ്ടുപിടിക്കണം. കേരളത്തിൽ ഇന്ന് നേഴ്സുമാരും എഞ്ചിനീയർമാരും മറ്റ് മേഖലയിലെ യുവാക്കളും എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് സാലറി കുറവ്. അതുപോലെ തന്നെ പരിമിതമായ ജോലി അവസരങ്ങളും. അതുകൊണ്ട് ചോദ്യം ഇതാണ്, കേരളത്തിൽ പ്രശ്നം നേഴ്സുമാരുടെ ശമ്പളമാണോ, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ മേഖലയിലെ ശമ്പള സംവിധാനമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതൂ. ഈ വിഷയം കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ.